ഇന്ന് ദൂരെയുള്ള ബെസൽട്ടൺ ബീച്ചിലേക്കാണ് യാത്ര. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മനോഹരമായ ഈ സ്ഥലം ഇവിടെ നിന്ന് 210 കിലോമീറ്ററോളം ദൂരമുണ്ട്. നല്ല മനോഹരമായ റോഡുകൾ. ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം വേറെ 2 കാറുകളിലായി ചില സുഹൃത്തുക്കൾ കൂടെ ഞങ്ങളുടെ കൂടെയുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നീലാകാശവും വൃത്തിയുള്ള പരിസരവുമൊക്കെ വളരെ മനോഹരമാണ്. യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാനായി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. ധാരാളം കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളിടത്ത് ഓർഡർ ചെയ്യാം. നല്ല ഭക്ഷണമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ബീച്ച് അടുക്കാറായപ്പോൾ റോഡിൽ നല്ല തിരക്കുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോറിക്ഷകളോ ബൈക്കുകളോ ഒന്നും കാണാറേയില്ല എന്ന് തന്നെ പറയാം. എല്ലായിടത്തും വില കൂടിയ കാറുകൾ തന്നെ. നല്ല സുഖകരമായ കാലാവസ്ഥ, തെളിഞ്ഞ നീലമയാർന്ന ആകാശം. അവിടെ ഇവിടെയായി ചില വെള്ളി മേഘങ്ങൾ ആകാശത്ത് കാണാം. നല്ല വൃത്തിയും വെടിപ്പുമുള്ള റോഡുകളും പാർക്കുകളും. എത്ര മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ. കടലിൽ നിന്ന് വരുന്ന കുളിർക്കാറ്റ് ആനന്ദകരമാണ്. ആരും എവിടെയും ചപ്പ് ചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും വലിച്ചെറിയുന്നില്ല. അത് ഇടേണ്ട ബിന്നുകളിലൊക്കെ ആൾക്കാർ കൃത്യമായി ഇട്ട് പരിസരമൊക്കെ വളരെ മനോഹരമായി പരിപാലിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഈ ബീച്ചിൻ്റെ പരിസരമെല്ലാം പാർക്കുകളാണ്. നല്ല പുൽത്തകിടികളും പൈൻ മരങ്ങളും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും എല്ലാം ഉണ്ട്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇടം തേടി ഞങ്ങൾ നടക്കുകയാണ്. എവിടെയും ഇടയില്ല. എല്ലായിടത്തും വാഹനങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ കുറേ നേരം അല്പ ഇടത്തിനു വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുകയാണ്. എല്ലാം വില കൂടിയ കാറുകൾ തന്നെ. കുറഞ്ഞ വണ്ടികളും ചെറിയ വണ്ടികളും എങ്ങും കാണുന്നേയില്ല. എല്ലാവരും സന്തോഷത്തോടെ ഒഴിവ് സമയം ആഘോഷിക്കാനായിട്ട് വരുന്നു. കുടുംബമായി, കുട്ടികളുമായി, സുഹൃത്തുക്കളുമൊക്കെയായി എല്ലാവരും വലിയ സന്തോഷത്തിൻ്റെ മൂഡിലാണ്. ടൂറിസ്റ്റുകൾക്കും ഒഴിവ് സമയം ചെലവഴിക്കാൻ വരുന്നവർക്കുമൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല റിസോർട്ടുകൾ എല്ലാം ഇവിടെ പണിതിട്ടിട്ടുണ്ട്. കുറേ പേര് അവിടെ താമസിച്ച് ആനന്ദത്തോടെ മനോഹരമായ ഈ കടലിൻ്റെ കാഴ്ചകളും ഈ അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കി മടങ്ങിപ്പോകുന്നു. എത്ര മനോഹരമാണ് പഞ്ചസാര മണലും നീലിമയാർന്ന കടലും ഇവിടെയുള്ള വൃത്തിയുള്ള റെസ്റ്റോറൻറ്റുകളുമൊക്കെ
എത്ര ആനന്ദകരമാണ്. ഇത് കണ്ടോ, ആൾക്കാർ സന്തോഷത്തോടെ ഇരുന്ന് കടൽ വിഭവങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആസ്വദിച്ച്, കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഭക്ഷണമൊക്കെ ആസ്വദിച്ച് സമയം ചെലവഴിക്കുന്നത് കണ്ടില്ലേ. മാത്രമല്ല ഈ ബീച്ചും വളരെ മനോഹരമാണ്. തിരമാലകളില്ലാത്ത ശാന്തമായ കടൽ, സ്ഫടിക തുല്യമായ നല്ല തെളിഞ്ഞ വെള്ളം, ആഴം കുറഞ്ഞ നല്ല കടല്. ഏതൊരാൾക്കും ഇവിടെ ഇറങ്ങി നീന്തി കുളിക്കാം. നല്ല കുളിരുള്ള വെള്ളവും തീരത്തെ വെള്ളി നിറമുള്ള പഞ്ചസാര മണലും പാർക്കുകളും മനോഹരമായ കാഴ്ച തന്നെയാണ്. ഞങ്ങളിവിടെ ഇറങ്ങി കുളിച്ചു. വെള്ളത്തിൽ നിന്നും കയറി വരാൻ തോന്നത്തേയില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച 150 വർഷം പഴക്കമുള്ള ജെട്ടിയും തടി കൊണ്ട് നിർമ്മിച്ചതും 2 കിലോമീറ്ററോളം നീളം വരുന്നതുമായ കടൽപ്പാലം അതിശയകരമാണ്. ആളുകളൊക്കെ വെള്ളത്തിലിറങ്ങി ചൂണ്ടയിടുന്നുണ്ട്. ഒരുപാട് പേര് ചൂണ്ടയും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ധാരാളം മത്സ്യം ഇവിടെ കിട്ടും. ചൂണ്ടയുമായിട്ട് വരുന്നവർക്കൊരിക്കലും നിരാശരായിട്ട് പോകേണ്ടി വരുന്നില്ല. തന്നെയല്ല, നല്ലൊരു വിനോദമാണല്ലോ ചൂണ്ടയിടൽ എന്ന് പറയുന്നത്. ഈ പച്ചപ്പരവതാനി വിരിച്ചു പോലെയുള്ള ഈ പാർക്കുകളും കുട്ടികൾക്ക് വേർതിരിച്ചിട്ടുള്ള ഈ കളിസ്ഥലങ്ങളും ചൂണ്ടയുമായിട്ട് കടന്നു വരുന്ന ഈ വ്യക്തികളുമൊക്കെ എവിടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഈ കടൽപ്പാലത്തിലേക്ക് നടന്നു. ഈ കടൽപ്പാലത്തിലൂടെ ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ. ധാരാളം പേര് 2 കിലോമീറ്ററോളം ദൂരമുള്ള ഈ കടൽപ്പാലത്തിലൂടെ കാഴ്ചകൾ കാണാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. നല്ലൊരു ടോയ് ട്രെയിൻ മാതിരി പഴയ കാലത്ത് നേരത്തെ ഉണ്ടാക്കിയ 150ഓളം വർഷം പഴക്കമുള്ള ഈ ട്രെയിൻ യാത്ര ഒരു അനുഭവമായിരിക്കും. എന്നാൽ ഞങ്ങൾ നടന്നു പോകാനായിട്ടാണ് തീരുമാനിച്ചത്. ഇതാണ് പഴയ ബസൽട്ടൺ ജെട്ടി. ഈ ജെട്ടി മുതൽ അങ്ങോട്ടാണ് കടൽപ്പാലം കിടക്കുന്നത്. ട്രെയിൻ യാത്ര നല്ലൊരു അനുഭവമാണ്. എല്ലാവരും കണ്ടോ, ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഉല്ലാസത്തോടെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങി വരുന്നു. നേരം വൈകിയതിനാൽ സന്ധ്യയാകുന്നത് കൊണ്ട് ഞങ്ങൾ നടന്നു പോകാനായിട്ടാണ് തീരുമാനിച്ചത്. അതൊരു പ്രത്യേക അനുഭവമായിരിക്കുമല്ലോ. ഞങ്ങൾ കുറേ പേര് യാത്ര ആരംഭിച്ചു നടന്നു പോകാൻ. ആദ്യം ഒരു സങ്കോചം ഉണ്ടായിരുന്നു, ഇത്രയും 2 കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? പക്ഷെ നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് സമയം തികഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ആനന്ദകരമാണ്. കടലിൻ്റെ കുളിർക്കാറ്റും നീലാകാശവും സന്തോഷത്തോടെ നടക്കുന്ന ആളുകളും എല്ലാം കണ്ടോ. പട്ടിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. പട്ടിയും കുട്ടികളും. എവിടെ ആനന്ദത്തിമിർപ്പ്, സന്തോഷത്തിൻ്റെ അനുഭൂതികൾ തരുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. ഞങ്ങളും നടന്നു. എപ്പോഴും തിരക്കാണ് ഈ പാലത്തിലൂടെ. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ എല്ലാവരും നടക്കാൻ ഇറങ്ങുന്നു, ഉല്ലസിക്കാൻ ഇറങ്ങുന്നു. ഒത്തിരി പേര് ചൂണ്ടയിടുന്നു. കണ്ടോ, ചൂണ്ടയിടാനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ധാരാളം മത്സ്യവും കിട്ടാറുണ്ട്.
ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല, ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ഒറ്റയ്ക്കൊക്കെ വന്ന് ഇവിടെ വന്ന് മീൻ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത് ധാരാളം മത്സ്യം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നവരെ കടലിൽ നിന്ന് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഗാലറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു അനുഭവമാണ്. ധാരാളം പേര് ഈ കടൽ പാലത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് ചാടി വെള്ളത്തിലൂടെ നീന്തുന്ന ഒരു കാഴ്ച കാണാനായിട്ടും പറ്റി. സന്ധ്യയാവുന്നു. അസ്തമന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള കിരണങ്ങൾ നിറഞ്ഞ ആകാശവും കുളിരുള്ള കടൽക്കാറ്റും ഒരു സ്വർഗീയ അനുഭൂതി സമ്മാനിക്കുന്നു. സുന്ദരമായൊരു അനുഭവം തന്നെയാണിത്. സമയം ഏതാണ്ട് 8 മണിയോടടുത്തിട്ടും ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നുന്നേയില്ല. ഇനിയും പകൽ വെളിച്ചം കഴിഞ്ഞിട്ടില്ല. സ്വർണ്ണ നിറമായ ഈ സൂര്യവെളിച്ചത്തിൻ്റെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ട് ധാരാളം പേര് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ആ കൂട്ട് ഇവിടെ താമസിച്ചാണ് നേരം ഇരുട്ടാറുള്ളത്. സൂര്യൻ പോലും മനസ്സില്ലാ മനസ്സോടെയാണ് ഇവിടെ നിന്ന് യാത്ര പറയുന്നത് എന്ന് തോന്നുന്നു. കാഴ്ച കാണാൻ വന്നവർ ഫോട്ടോയൊക്കെ എടുത്ത് കൂട്ടുകൂടി സന്തോഷത്തോടെ മനസ്സില്ലാ മനസ്സോടെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് തിരിച്ച് പോയേക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും മടങ്ങിത്തുടങ്ങി.